ഹായ് ഡിയവൻസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ തവണത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ സമയത്ത് നിങ്ങൾ അന്വേഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഏരിയാസും ഒക്കെ കിട്ടുന്നതിനായിട്ട് ടോസ് അക്കാഡമി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഹാൻഡ് ബുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിഡൻ ചാർജുകൾ ഒന്നും തന്നെയില്ല. തികച്ചും സൗജന്യമായി നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന കാര്യമാണ് ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. ടോസ് അക്കാഡമി നമ്പറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യോ വാട്സപ്പ് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ കാറ്റഗറി മെൻഷൻ ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ഏരിയാസും കവർ ചെയ്യുന്ന 50ഓളം പേജുകളുള്ള ഒരു ഹാൻഡ് ബുക്കാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇതുവരെ ഇപ്പം നമ്മുടെ ചാനൽസിലൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ കേറ്റസ് കാറ്റഗറി 3 ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഏതൊക്കെയാണെന്ന് സോർട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വീഡിയോസിലേക്ക് ആക്സസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിവിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഹാൻഡ് ബുക്കിന്റെ കാര്യം മറക്കണ്ട. നമ്മൾ പരീക്ഷകൾ അടുക്കും തോറും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യാം, എങ്ങനെ നമ്മൾ ചെയ്താലാണ് നമ്മുടെ റിവിഷൻ ഏറ്റവും സക്സസ്ഫുള്ളി അല്ലെങ്കിൽ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ മെറ്റീരിയൽസ് സ്കിപ്പ് ചെയ്യാം, ഏതൊക്കെ മെറ്റീരിയൽസ് ചെക്ക് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ റിവിഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം 2023 ഡിസംബർ കേറ്റഡ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഔട്ട് ആയിട്ടുണ്ട്. സോ ഇപ്പൊ ഈ ഒരു ഡിസംബറിന്റെ നമ്മുടെ ഒരു ക്രിസ്മസ് വെക്കേഷന് മുമ്പായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷന്റെ ടൈമിൽ എങ്ങനെ റിവിഷൻ ഏറ്റവും പ്രോപ്പർ ആക്കാം എന്നുള്ളതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ നിങ്ങൾക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നതാണ്. നമുക്കറിയാം നമ്മൾ ഈ കേറ്റഡ് കൊണ്ട് കേറ്റഡ് എക്സാമിനേഷൻ കൊണ്ട് എന്താ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അധ്യാപന ജോലിയിലേക്ക് നമ്മളെ ക്വാളിഫൈഡ് ആക്കുക. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അധ്യാപനമാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പെഡഗോജിക്കൽ ഏരിയയുമായിട്ട് നമുക്ക് നല്ല ധാരണയുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു നല്ല ശതമാനം ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് ഈ പെഡഗോജിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Ramya reads a novel, understands the sequence, infers the character traits and appreciates a literary style. The type of reading is. രമ്യ ഒരു നോവൽ വായിച്ച് അതിന്റെ സീക്വൻസ്, ആ ഒരു നോവലിന്റെ കഥാഗതിയെ മനസ്സിലാക്കുന്നു, അതുപോലെ ക്യാരക്ടർ ട്രേറ്റ്സുകൾ, ഓരോ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു, ലിറ്റററി സ്റ്റൈലിനെ, ആ നറേഷന്റെ സ്റ്റൈലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ശരിക്കും എന്ത് തരം റീഡിംഗ് ആണ്? അത് ഇന്റൻസീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് അത്രമേൽ സൂക്ഷ്മതയോടുകൂടി വെറുതെ കഥ വായിച്ചു പോകുകയല്ല. കൃത്യമായി അതിന്റെ സീക്വൻഷ്യൽ നറേഷൻസ്, ഫ്ലാഷ് ബാക്ക് ആണോ പ്രസന്റ് ആണോ, പ്രസന്റ് ടു ഫ്ലാഷ് ബാക്ക് ഉണ്ടോ, അങ്ങനെ ഏതാണോ ആ സ്റ്റൈൽ ഓഫ് നറേഷൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഇന്റൻസീവ് റീഡിംഗ് ആണ്. The device which is based on the stimulus response conformation theory is സ്റ്റിമുലസ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിയുമ്പോൾ SR റിലേഷൻഷിപ്പ് ആണ്. നമുക്കൊരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു തിയറിയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക് അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് എയ്ഡ് ഏതാണ്? ഇന്ററാക്റ്റീവ് ബോർഡാണ്. What sort of reading do you use to find out what on TV today? ടിവിയിൽ എന്താണ് എന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകത്തില്ല. അത് നമ്മൾ ഓരോ ചാനലിലും ഇരുത്തി നമ്മൾ നോക്കുന്നില്ല. അത് കൈൻഡ് ഓഫ് എ സ്കിമ്മിങ് ആണ്. എന്നാൽ വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു ഫൈൻഡ് ടു യൂസ് എ ഫൈൻഡ് എ വേർഡ് ഇൻ എ ഡിക്ഷണറി? അവിടെ നിങ്ങൾ ചെയ്യുന്നത് സ്കാനിങ് ആണ്. ഒരു വാക്കിന് വേണ്ടിയുള്ള നിങ്ങളുടെ അന്വേഷണമാണ്. അതേസമയം ഡിക്ഷണറിയിലുള്ള കുറെ വേർഡ്സ് നമ്മൾ ചുമ്മാ മറിച്ച് പോവുകയാണെങ്കിലോ അത് സ്കിമ്മിങ് ആണ്. എന്നാൽ പെർട്ടിക്കുലർലി ഒരു വേർഡ് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അത് സ്കാനിങ് ആണ്. സോ റീഡിങ്ങിന്റെ ഈ ടൈപ്സ് ഓഫ് റീഡിങ്ങും നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഇല്ലേ, LSRW, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇതിന്റെ സബ് സ്കിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. The term high frequency words refers to words
that appear most often in high frequency words എന്ന് പറയുന്നത് ഏത് കാറ്റഗറി ഓഫ് വേർഡ്സ് ആണ്? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും വി ഹാവ് എ ഗുഡ് വൊക്കാബുലറി അല്ലെ? പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് പറയുകയാണ്, അഞ്ജലി ക്യാൻ യു കൗണ്ട് ആൻഡ് സേ ഹൗ മച്ച് ഈസ് യുവർ വൊക്കാബുലറി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ മീ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വേർഡ്സ് അറിയുന്ന ആളെന്നല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു വൊക്കാബുലറി കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വൊക്കാബുലറി കൗണ്ട് ചെയ്യാൻ പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് രണ്ടു തരം വൊക്കാബുലറി ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി ഉണ്ട്, പാസീവ് വൊക്കാബുലറി ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി എന്താണ്? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വൂബ്ലിങ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അതായത് നമ്മൾ ഇളകുക എന്ന് പറയത്തില്ലേ, അതിന്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡാണ്. പക്ഷെ നമ്മൾ നോർമൽ ഒക്കേഷൻസിൽ നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യാറില്ല. നമ്മൾ വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേം അന്വേഷിച്ച് പോകുമ്പോഴൊക്കെയാണ് നമ്മൾ വൂബ്ലിംഗ് ഒക്കെ യൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പാസീവ് ലെവൽ ഓഫ് വൊക്കാബുലറി ഉണ്ട്, നമ്മൾ ഡെയിലി പേർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വൊക്കാബുലറി ഉണ്ട്. അതാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. സോ ഹൈ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആക്റ്റീവ് വൊക്കാബുലറി ആയിരിക്കും. ദാറ്റ് മീൻസ് എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത്. Most audiolingual materials are designed to help learners to develop dash. Audiolingual methods നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. Which is not a technique to teach meaning of a new words. ഒരു താഴെ കൊടുത്തിട്ടുള്ളതിൽ ന്യൂ വേർഡ്സിന്റെ മീനിങ് പഠിപ്പിക്കാൻ അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഡിക്റ്റേഷൻ ആണ്. ഡിക്റ്റേഷൻ ശരിക്കും സ്പെല്ലിംഗ് പേർപ്പസിലൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഒരിക്കലും വേർഡ്സ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലെ? പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും ഡിക്റ്റേഷൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. While teaching a drama in the class, the students will be passive and the teacher use പാസീവായിട്ട് കുട്ടികൾ എപ്പോഴായിരിക്കും? ഒരു ഡ്രാമ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ മാക്സിമം ആക്റ്റീവ് ആയിരിക്കും. അതേസമയം കുട്ടികൾ പാസീവായിട്ട് പോകണമെങ്കിൽ അവിടെ ഡ്രാമയുടെ ഇമ്പോർട്ടൻസ് കുറയുകയും ടീച്ചറിന്റെ ലെക്ചറിങ് കൂടുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഡ്രാമ കണ്ടാൽ മതി. ഓക്കെ, ലെക്ചറിങ് കഴിഞ്ഞിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഈ ഡ്രാമ മെത്തേഡ്സിലൊക്കെ ഡ്രാമ ക്ലാസ്സിലൊക്കെ നമ്മൾ കൂടുതലും ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾ എന്തായിട്ട് മാറത്തുള്ളൂ? ആക്റ്റീവിലേക്ക് മാറത്തുള്ളൂ. അല്ലാതെ ലെക്ചറിങ് ആണെങ്കിൽ കുട്ടികൾ പാസീവ് ആയിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതെല്ലാം കേറ്റഡ് എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വിച്ച് ഈസ് റോങ് അബൌട്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്? അക്യുറസി ഈസ് ഗിവൺ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. Grammar is taught prescriptively. Practice is provided through translation exercises. Appropriacy of language use is emphasized. അങ്ങനെ ഒരു കാര്യം ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ അവർ ഫോക്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സൈലന്റ് റീഡിംഗ്. എന്താണ് ക്ലാസ്സിൽ സൈലന്റ് റീഡിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? ടു ഗെറ്റ് പ്രാക്ടീസ് ഇൻ ആക്യുറേറ്റ് കറക്റ്റ് റിതം. അത് സൈലന്റ് റീഡിങ്ങിന്റെ അല്ല, അത് ലൗഡ് റീഡിങ്ങിനാണ്. റിതമും ഇൻറ്റോണേഷനും പോസും സ്ട്രെസ്സും അതൊക്കെ കൊടുക്കുന്നത് ലൗഡ് റീഡിങ്ങിലാണ്. ടു ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്സ് ഇൻ റീഡിങ്. അങ്ങനെ മിസ്റ്റേക്സ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഉറക്കെ വായിക്കണം. ടു കോൺസെൻട്രേറ്റ് അപ്പോൺ ദ മീനിങ് ഓഫ് പാസേജ്. To test the students' knowledge of words and phrases. അതാണെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ ഒക്കെയാണ് നമ്മൾ ചെയ്യുക. സോ സൈലന്റ് റീഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വായിക്കുന്ന കുട്ടി വളരെ ഇൻവോൾവ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു പാസേജ് വായിക്കുക. സോ ടു കോൺസെൻട്രേറ്റ് അപ്പോൺ ദ മീനിങ് ഓഫ് ദ പാസേജ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Functional grammar focuses on practical way of using grammar. One of the following is not an objective of giving dictation in the class. What is it? To improve the child mind listening and writing. അത് ശരിയാണ്. കുട്ടികളുടെ എത്രത്തോളം ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് ലിസൺ ചെയ്ത കാര്യം ഓർത്തെടുത്ത് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത് ചെക്ക് ചെയ്യും. ടു ഇംപ്രൂവ് സ്പെല്ലിംഗ്. ഡിക്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്പെല്ലിംഗ് പഠിപ്പിക്കാൻ ഡിക്റ്റേഷൻ കൂടുതലിടുക. To distinguish facts from opinions. To spot areas of weakness and strength. അത് നമ്മൾ ഡിക്റ്റേഷൻ വഴി ചില കുട്ടികൾക്ക് വലിയ സ്പെല്ലിങ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾക്കാണെങ്കിൽ വലിയ സ്പെല്ലിങ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, പക്ഷെ ചെറിയ സ്പെല്ലിങ്സ് അത്ര വേഗം പഠിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇതിന്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ടു ഡിസ്റ്റിങ്ക്വിഷ് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് അത് ഡിക്റ്റേഷന്റെ ഒരു ഫാക്ടർ അല്ല.
A way of providing support to children through feedback, modeling, instruction and questioning is scaffolding ആണ്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് scaffolding എന്ന് പറയുന്ന വേർഡ്. A test which identify the weakness of a student in particular area of the subject. ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള വീക്ക്നെസ് കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഒരു ഡോക്ടർ അസുഖം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ലാബ് ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ കുട്ടികൾക്ക് ഏതൊക്കെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷമാണ് നമ്മൾ അവർക്കുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. അതാണ് റെമഡിയൽ ടീച്ചിങ്. One of the following is not a method of teaching reading. What is it? The word method, the alphabetic method, look and say method, bilingual method. Bilingual method ആണ്. It's not a method of teaching reading. A specific learning disability that affects a person's ability to understand numbers and symbols. Numbers and symbols കണ്ടെത്താൻ പറ്റാണ്ട് പോകുന്ന ആ ഒരു ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലി ആണ്. റിലേറ്റഡ് ടു മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. Dyslexia is associated with reading ആണ്. Dash help the students to develop the listening and writing. ഒരേപോലെ ലിസണിങ്ങും റൈറ്റിങ്ങും ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് നോട്ട് ടേക്കിംഗ് മെത്തേഡ് ആണ്. നമുക്ക് പെഡഗോജിക്കൽ ഏരിയാസിൽ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇനിയുള്ളത് ചോസറും ചോസറിന്റെ കണ്ടംപറീസും, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ലിറ്ററേച്ചർ പോർഷനിലേക്ക് വരികയാണ്. അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറയുന്നത് ചോസറാണ്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചോസറാണ്. ദാറ്റ്സ് വൈ ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പോയിട്രി. അതേപോലെ മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ചോസറാണ്. ചോസറിന്റെ കണ്ടംപറീസ്, അതുപോലെ ഷേക്സ്പിയറിന്റെ പ്ലേകൾ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല. പിന്നെ മെറ്റഫിസിക്കൽ പോയിട്രി, റെഫോർമേഷൻ ഏജ്, റെസ്റ്റോറേഷൻ ഏജ്, ഡ്രൈഡൻ, പോപ്പ്, റോബർട്ട് ബേൺസ്, ഗ്രേ, ഈ പറഞ്ഞ റൈറ്റേഴ്സിനെ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തേയില്ല. ഇവരൊക്കെ നമുക്ക് ഒരു കമ്പൽസറി പാക്കേജ് ആണ്. നമ്മൾ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെയും ഇവരുടെ വർക്ക്സിനെയും നോക്കിയിട്ടേ പോകാനായിട്ട് പാടുള്ളൂ. നമുക്ക് ഏറ്റവും ഈ പെഡഗോജിക്കൽ ഏരിയാസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള റൈറ്റേഴ്സും അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷേക്സ്പിയറിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് കേട്ടിട്ട് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ലഗോ ഈസ് വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് ബെസ്റ്റ് നോൺ. ലഗോ എന്ന് പറയുന്ന ക്യാരക്ടറും ഷേക്സ്പിയറിന്റെ അറിയപ്പെടുന്ന വില്ലനാണ്. അത് ഇത് ഏത് നോവലിലാണെന്നറിയോ, ഇത് പ്ലേയിലാണെന്നറിയോ? ഒതല്ലോ എന്ന് പറയുന്ന പ്ലേയിലാണ്. എന്ത് തരം വില്ലനാണെന്നറിയോ? ഒരു മാനിപ്പുലേറ്റീവ് വില്ലനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒതല്ലോടെ കംപ്ലീറ്റ് ആ ഒരു ഡിസ്ട്രക്ഷന് കാരണമാകുന്നത്, ആ ഒരു പ്ലാൻ എല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നത് ഒരു മാനിപ്പുലേഷൻ ലെവലിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒതല്ലോ. ലാഗോ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കുന്നതിലും മറ്റുള്ളവരുടെ ലൈഫ് റൂയിൻ ആയി പോകുന്ന കാണുമ്പോഴും സന്തോഷിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലഗോ എന്ന് പറയുന്നത്. സോ ലഗോ എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറും കൂടിയാണ് ഷേക്സ്പിയറിന്റെ ഒതല്ലോയിലെ. ഇത് നിങ്ങൾക്കറിയാം, ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി വില്ലൻ, പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ഇതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചേ പറ്റൂ. ബസാനിയോ ആൻഡ് പോർഷ്യോ ആർ ക്യാരക്ടേഴ്സ് ഇൻ മെർച്ചന്റ് ഓഫ് വെനീസ്. Who among the following was a covering neoclassical critic as well as a compiler of a dictionary? നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് കേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്ടർ ജോൺസണുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ പല രീതി കാണാൻ പറ്റും. ഓക്കെ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, ഇറ്റ്സ് എ ലൈൻ ഫ്രം മെൻഡിങ് വാൾ. പോയത്തിന്റെ ലൈൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. The writer who is well known as a ലെക്സിക്കോഗ്രാഫർ എന്ന് അത് നമുക്ക് അറിയാം. ഇതിന്റെ ഈ ഡോക്ടർ ജോൺസണുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ് താഴെ പറയുന്ന റൈറ്റേഴ്സിൽ ആരാണ് ഡിക്ഷണറി കമ്പൈൽ ചെയ്തത്. നെക്സ്റ്റ് ഇയർ ചോദ്യമായിരുന്നു ലെക്സിക്കോഗ്രാഫർ. ഒരു പക്ഷേ ഇത് മാറി മാറി എങ്ങനെയെങ്കിലും ഒക്കെ ചോദിക്കാം. സാമുവൽ ജോൺസനെ നിങ്ങൾ വിട്ടുപോകരുത്. Who is the author of Fairy Queen? എഡ്മണ്ട് സ്പെൻസറിന്റെ മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് വർക്ക് ആണ് ഫെയറി ക്വീൻ. ചില റൈറ്റേഴ്സിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ആ വർക്ക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്.
Pick out the metaphysical poet from the following. ഈ ഒരു കുറേ ടൈപ്പ് ഓഫ് പോയിറ്റ് നമുക്ക് കുറേ പോയിറ്റ്സ് ഉണ്ട്. പ്രീ റാഫലൈറ്റ്സ് ഉണ്ട്, ബ്രദർഹുഡ് പോയിറ്റ്സ് ഉണ്ട്, അതുപോലെ മൂവ്മെന്റ് പോയിറ്റ്സ് ഉണ്ട്, റൊമാൻറ്റിക് പോയിറ്റ്സ് ഉണ്ട്, വിക്ടോറിയൻ പോയിറ്റ്സ് ഉണ്ട്, മെറ്റഫിസിക്കൽ പോയിറ്റ്സ് ഉണ്ട്, വാർ പോയിറ്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ്സിന്റെ മെമ്പേഴ്സിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. ഇതിനകത്ത് മെറ്റഫിസിക്കൽ പോയിറ്റ് ആൻഡ്രൂ മാർവെൽ ആണ്. Who was described as an absurd crow beautified with our feathers. ഇത് ആക്ച്വലി ആരെ കുറിച്ചാണ് റോബർട്ട് ഗ്രീൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. അത് മിക്കപ്പോഴും അങ്ങനെ ചോദ്യം വരാറുണ്ട്. ഇവിടെ who was described as an absurd beautified with our feathers. ഇത് റോബർട്ട് ഗ്രീന്റെ പേരില്ല, അല്ലെങ്കിൽ ഇത് ഷേക്സ്പിയറെ കുറിച്ച് ഇത് പറഞ്ഞു തരാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ മാറി മാറി ചോദ്യങ്ങൾ കേറ്ററ്റിനും സെറ്റിനും ഒക്കെ വരാറുണ്ട്. The writer who posted the hypothetical case of Shakespeare's wonderfully gifted sister Judy. ഷേക്സ്പിയറിന് ഒരു ഇമാജിനേറ്ററി സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും? ഷേക്സ്പിയറിന് കിട്ടിയ അത്രയും ഒരു സപ്പോർട്ട് പേരൻസിന്റെ കയ്യിൽ നിന്നും സിസ്റ്ററിന് കിട്ടുമോ? അപ്പൊ ജൂഡിത്ത് എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് റൂംസ് ഓഫ് വൺസോൺ എന്ന് പറയുന്ന ഒരു എസ്സേക്കകത്താണ് വെർജിനിയ വുൾഫ് ഈ ഒരു കാര്യം പറയുന്നത്. ലിയോൺസ് ആൻഡ് ഹെർമോയി ആർ കിങ് ആൻഡ് ക്യൂൻ ഇൻ ഷേക്സ്പിയർസ് പ്ലേ വിന്റേഴ്സ് ടെയിൽ. നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻസ് തന്നെ 3 ചോദ്യങ്ങൾ ഷേക്സ്പിയർ ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്രമേൽ ഇമ്പോർട്ടൻസ് ആണ് ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓഡിഫസ് അപ്പിയേഴ്സ് ഇൻ ഷേക്സ്പിയർസ് കൊറിയലാനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേയിലാണ് ഷേക്സ്പിയർ ഈ പറയുന്ന ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. One of the earliest English dictionaries was compiled by Dr. Johnson. ഈ ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. Moor of Venice refers to Othello. William Langland was a contemporary of Geoffrey Chaucer. Who is Hamlet's beloved? Ophelia ആണ് ഹാംലെറ്റിന്റെ beloved. പോർഷ്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഏതിൽ വരുന്നതാണ്? മെർച്ചന്റ് ഓഫ് വെനീസിൽ വരുന്നതാണ്. റോസലാൻഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന പ്ലേയിൽ വരുന്നതാണ്. കോഡീലിയ നിങ്ങൾക്കറിയാം കിങ് ലിയറിന്റെ മകളാണ്. കിങ് ലിയർ എന്ന് പറയുന്ന പ്ലേയിലെ ക്യാരക്ടറാണ്. നിങ്ങൾ ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സിനെ പഠിക്കുമ്പോൾ ഓരോ ഷേക്സ്പിയറിന് 37 വർക്ക്സ് ആണുള്ളത്. 37 പ്ലേസിനെ കുറിച്ചും ഒരു പേരിൽ എഴുതി വെക്കുക. അതായത് തിരിച്ച് എഴുതുക. റൊമാൻറ്റിക് പ്ലേസ്, അതുപോലെ ട്രാജിക് പ്ലേസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസ്, അതുപോലെ ട്രാജിക് കോമഡി വർക്ക്സ് എന്നൊക്കെ എഴുതി തിരിച്ചു വെക്കുക. അപ്പോൾ ഒരു സെറ്റിൽ നിങ്ങൾക്ക് 4 or 5 വർക്ക് ഒക്കെയാണ് ലിസ്റ്റ് ചെയ്യാനുള്ളൂ. അതിനുശേഷം ഓരോ വർക്ക്സിലെ ഹീറോസ്, ഹീറോയിൻസ്, വില്ലൻ, അങ്ങനെ ഒരു സെപ്പറേറ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. തോമസ് വയറ്റ് ആൻഡ് സറേ adapted dash into English literature. അവരാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് സോണറ്റ് എന്ന് പറയുന്ന ഈ 14 വരികളുള്ള ഈ ഒരു കവിതാ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ചോസറും ഷേക്സ്പിയറും റെസ്റ്റോറേഷൻ ഏജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് റൊമാൻറ്റിക് ഏജിലേക്കും വിക്ടോറിയൻ ഏജിലേക്കും. ഫേമസ് റൊമാൻറ്റിക് പോയിറ്റ്സ്, അതേപോലെ ബൈറൺ, ഷെല്ലി, കീറ്റ്സ്, ഇവരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഉറപ്പായിട്ടും ഇവരുടെ ആരുടെയെങ്കിലും ഒക്കെ വർക്ക്സ് മെൻഷൻ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ വിക്ടോറിയൻ പ്രൂസ് ആൻഡ് വിക്ടോറിയൻ ഫിക്ഷൻ. പോയത്തിന്റെ വരികൾ അത് എനിക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അറിയത്തില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്, കേറ്റിട്ട്, HSC, HSST, VHSC ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പോയാലും ആ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈവൻ UGC നെറ്റിന്റെ പരീക്ഷയ്ക്ക് പോലും ഈ പറയുന്നത് പോലെ നമ്മുടെ പോയത്തിന്റെ ബിഗിനിങ് ലൈൻസ്, എൻഡിങ് ലൈൻസ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതിലൊരു കീൻ വേർഡ് ആയിരിക്കും ക്വസ്റ്റൻ ആയിട്ട് വരിക. If winter comes, can spring be far behind? The line from a poem by John Keats. I fall upon the tones of life, I bleed is the line from the poem Or to the West Wind. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളിലുള്ളതാണ് കേട്ടോ. ഈ കീറ്റ്സിന്റെ ഓടുകള്, ഷെല്ലിയുടെ ഓടുകള്, വേർഡ്സ്വർത്തിന്റെ പോയിംസ്, കോളറിഡ്ജിന്റെ പോയിംസ്, എച്ചിന്റെ പോയിംസ്, വില്യം ബ്ലേക്കിന്റെ പോയിംസ്, റോബർട്ട് ബേൺസിന്റെ പോയിംസ്, റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയിംസ്, ഇതൊക്കെ മാറി മാറി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. Beauty is truth and truth is beauty is a line by John Keats. Ode on a Grecian Urn is a poem by John Keats. ഈ കീറ്റ്സിന്റെയും ഷെല്ലിയുടെയും ബൈറന്റെയും അതുപോലെ വേർഡ്സ്വർത്തിന്റെ, കോളറിഡ്ജിന്റെ, ഇവരുടെയൊക്കെ പോയിംസിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. അത് അത്യാവശ്യമാണ്.
The Rime of Ancient Manner is a poem by Coleridge ആണ്. പക്ഷെ ഇത് എന്താ ടൈപ്പ് ഓഫ് പോയം ആണ്? ഒരു ലിറ്റററി ബാലഡ് ആണ്. Heard melodies are sweet and those unheard are sweeter. Suggest the autonegration ഏർണിലെ ലൈൻ ആണ്. അത് പറയുന്നത് നമ്മുടെ പവർ ഓഫ് പോസിബിലിറ്റീസ് ഓഫ് ഇമാജിനേഷൻ. നമ്മൾ ആ ഏണിനകത്തൊരു പൈഡ് പൈപ്പർ ഇരുന്ന് വായിക്കുന്ന പാട്ട് നമ്മൾ കേൾക്കുന്നില്ല. ആ ഏണിലെ ഒരു പിക്ചർ മാത്രമാണ്. അത് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അതിന്റെ അന്നത്തെ ആ ഒരു സീൻ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ട് നമുക്ക് ചിലപ്പോൾ ആ പാട്ടിന്റെ ഭംഗി നമുക്ക് ഫീൽ ചെയ്തേക്കാം. ദാറ്റ് മീൻസ് പ്യുവർലി നമ്മുടെ ഇമാജിനേഷന്റെ പവർ ആണ് പറയുന്നത്. ഇങ്ങനത്തെ ഇൻ ബിറ്റ്വീൻ ഇന്റർപ്രിട്ടേഷൻസും ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. What was reflected on the face of statue of Ozymandias? ഷെല്ലിയുടെ ഒരു വർക്കാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഉസിമാൻഡസ് എന്ന് പറയുന്ന ആ ഒരു കിങ് തന്നെ ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. അപ്പൊ അയാളുടെ സ്റ്റാച്യൂവിന്റെ മുഖത്ത് തന്നെ നമ്മൾ കാണുന്നത് ഭയങ്കര മൈറ്റ് ആൻഡ് കണ്ടംപ്റ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. The growth of a poet's mind as a alternative title of a major work. Prelude എന്ന് പറയുന്ന വേർഡ്സ്വർത്തിന്റെ വർക്കിന്റെ സബ് ടൈറ്റിൽ ആണ് The Growth of a Poet's Mind എന്ന് പറയുന്ന വർക്ക്. The preface to Lyrical Ballads is written by Wordsworth and Coleridge. പക്ഷെ എന്നാൽ ലിറിക്കൽ ബാലഡ്സിന്റെ പ്രിഫസ് എഴുതുന്നത് വേർഡ്സ്വർത്ത് ഒറ്റയ്ക്കാണ്. Which poet of romantic revival died in a boat tragedy? ഷെല്ലി. അവരുടെ ഒരു പേഴ്സണൽ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ 20th സെഞ്ചുറി ലിറ്ററേച്ചർ, വാർ പോയിറ്റ്സ്, T.S. എലിയറ്റ്, വെർജീനിയ ഉൾഫ്, ജെയിംസ് ജോയ്സ്, ജോർജ് ഓർവെൽ, പിന്നെ അബ്സർഡ് തിയേറ്റർ. നമുക്ക് വെയിറ്റിംഗ് ഫോർ ഗോഡോയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ആനിമൽ ഫാം, ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം 1984. ഈ പറയുന്ന വർക്ക്സ് ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്. കാരണം എപ്പോഴും വെയിറ്റിംഗ് ഫോർ ഗോഡോയുടെ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പോയത്തിന്റെ വരികൾ, അതേപോലെ ചില ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് വാർ പോയിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ പോയത്തിന്റെ ഒരു ലൈൻ അല്ല, പകരം അതിനകത്തുനിന്ന് ഒരു വേർഡ് എടുത്ത് ചോദിച്ചേക്കുവാണ്. ദ പിറ്റി ഓഫ് വാർ ഇസ് എ ഫ്രേസ് അട്രിബ്യൂട്ടഡ് ബൈ വിൽഫ്രിഡ് ഓവൻ ആണ്. But for him, it was his last afternoon himself. This refers to W.B. Yeats. ഇത് നമുക്ക് ഈ എറ്റ്സിന്റെ പോയിംസ്, ബൈറന്റെ പോയിംസ്, ഓഡന്റെ പോയിംസ്, അങ്ങനത്തെ കുറച്ച് റൈറ്റേഴ്സിന്റെ പോയിംസ് നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല. Few women novelists who have written novels title The Years. ഒരേ പേരിൽ തന്നെ രണ്ട് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ആനി എർനാക്സും വിർജിനിയ ഉൾഫുമാണ് The Years എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് എഴുതിയിട്ടുള്ളത്. A game of chess as a title of a section in the long poem by T.S. Eliot. The Ways to the Wasteland, അല്ലെ The Wastelandലെ ഒരു സെക്ഷൻ ആണ്, അതിനകത്ത് വരുന്ന ഒരു ടൈറ്റിലാണ് ഗെയിം ഓഫ് എ ചെസ് എന്ന് പറയുന്നത്. The falcon cannot hear the falconer is a line that coming in the poem by Second Coming എന്ന് പറയുന്ന എറ്റ്സിന്റെ പോയത്തിലെ ഒരു വരിയാണത്. നമ്മൾ ഇത്രയും കണ്ടതിനകത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന ഏരിയാസ്, അതായത് ലൈൻസ്, അതിനകത്ത് ഫ്രേസ്, ഫേമസ് ആയിട്ടുള്ള പോയം എഴുതിയ ആളുകളുടെ പേര്, അതിന്റെ ലിസ്റ്റും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. Who introduced the concept of objective correlative? Objective correlative എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? T.S. Eliot ആണ്. Pick out the novel written in stream of consciousness mode. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, നമുക്ക് ആ ഒരു ടെക്നിക്ക് തന്നെ എന്താ പറയുക, നമുക്ക് വിവരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൈൻഡ് ഇസ് ലൈക്ക് എ റിവർ. നമ്മുടെ മനസ്സ് ഒരു അരുവി പോലെയാണ്, എപ്പോഴും ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിന് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മൈൻഡിലെ അപ്സ് ആൻഡ് ഡൗൺസ്, വേറെ ട്വിസ്റ്റ് ടേൺസ്, ഇതെല്ലാം വരുന്നുണ്ട്. ഈ വരുന്നതെല്ലാം അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്ത രീതിയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിന് ഉള്ളത്. ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് വെർജീനിയ ഉൾഫിന്റെ മിസ്സസ് ഡാലവേ ആണ്. മിസ്സസ് ഡാലവേ, ക്ലാരിസ ഡാലവേ എന്ന് പറയുന്ന ഒരു പ്രൊട്ടാഗണിസ്റ്റിന്റെ സിംഗിൾ ഡേ ആണ് ഇതിനകത്ത് വിഷയമായിട്ട് വരുന്നത്. ക്ലാരിസ പോയി കാണുന്ന ഓരോരുത്തരും അവരുടെ മനസ്സിൽ എന്താണെന്നും ക്ലാരിസയുടെ മൈൻഡിൽ എന്താണെന്നും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്ന ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വെർജീനിയ ഉൾഫിന്റെ മിസ്സസ് ഡാലവേ എന്ന് പറയുന്ന വർക്ക്.
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ക്രിറ്റിസിസവും അതേപോലെ ന്യൂ ട്രെൻഡ്സ് ക്രിറ്റിസിസവും അരിസ്റ്റോട്ടില്, പ്ലേറ്റോ, ലോഞ്ചൈനസ്, സിഡ്നി ഇവരെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ ഇപ്പോഴത്തെ എമേർജിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഭാഗത്ത് ക്വസ്റ്റ്യൻസും ഉണ്ടാകാറുണ്ട്. Who among the following is famous for Renaissance self-fashioning? ആക്ച്വലി ഈ റിനൈസൻസ് സെൽഫ് ഫാഷനിങ് അല്ലെങ്കിൽ സെൽഫ് ഫാഷനിങ് എന്ന് പറയുന്ന ഈ ഒരു ടേം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റീഫൻ ഗ്രീൻവാൾഡ് ആണ്. The concept of political unconsciousness was advanced by Frederick Jameson. അതായത് നമുക്ക് നമ്മളുടെ അരിസ്റ്റോട്ടിലിനെയും സിഡ്നിനെയും ലോഞ്ചൈനസിനെയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ അവരുടെ കുറെ വർക്ക്സും അവർ കോയിൻ ചെയ്ത കുറെ ടേംസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അരിസ്റ്റോട്ടലിന്റെ ഹമാർഷിയ, കഥാസിസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് വശമുണ്ട്. അതേപോലെ തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള തിയറീസിൽ വന്നിട്ടുള്ള ടേംസ്, അതുമായി റിലേറ്റ് ചെയ്ത ബുക്സ്, അതിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരെയും നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കണം. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നിങ്ങളുടെ പരീക്ഷയിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ആർ ദി കൺസെപ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത്, നമുക്കറിയാം മാർക്സിസ്റ്റ് തിയറീസിലാണ് ഈ പറയുന്ന ഈ ഒരു വിവേചനം, ബേസ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, സൊസൈറ്റിയിലുള്ള ഈ ഒരു ബേസ് സ്ട്രക്ചറിനെയും സൂപ്പർ സ്ട്രക്ചറിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത് മാർക്സിസ്റ്റ് ലിറ്റററി തിയറിയുമായിട്ടാണ്. അരിസ്റ്റോട്ടിൽ കൺസിഡർ, നമുക്ക് ക്ലാസിക് ക്രിറ്റിസിസം കാര്യം കളയാൻ പറ്റില്ല. അരിസ്റ്റോട്ടിൽ കൺസിഡർ ട്രാജഡി എ ഹയർ ആർട്ട് ഫോം ദാൻ കോമഡി. അരിസ്റ്റോട്ടിനെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകന് പർഗേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് സംഭവിക്കുന്നത് വൈൽ സീയിങ് ട്രാജഡിയാണ്. അതിലെ പെട്ടെന്ന് വരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അല്ലെങ്കിൽ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അവർക്ക് പിറ്റി ആൻഡ് ഫിയർ എറോസ് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള അൺവാണ്ടഡ് ഇമോഷൻസിനെ പർഗേറ്റ് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത് ട്രാജഡിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കോമഡിക്ക് മുകളിലായിട്ട് ട്രാജഡിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഫിലിം, നമ്മളുടെ സിലബസിൽ വളരെ ഒരു മൈന്യൂട്ട് ആസ്പെക്ട് ആണ് ഫിലിമിനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫിലിമുമായിട്ട് ഡീൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഫിലിമിന്റെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസും, അതേപോലെ ഇപ്പോൾ ലിറ്ററേച്ചറിൽ ചില വർക്ക്സ് ഒക്കെ സിനിമയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ക്ലാസിക് വർക്ക്സും സിനിമയാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിഗ്മാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബെർണാഡ് ഷോയുടെ പ്ലേ ആണ് മൈ ഫെയർ ലേഡി എന്ന് പറയുന്ന പേരിൽ സിനിമയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതേപോലെ ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രെയിമിംഗ് എന്താണ്, ഓരോ ഷോട്ടിലും എന്തൊക്കെ വെക്കണം എന്തൊക്കെ വെക്കണ്ടെന്നാണ് ആ ഫ്രെയിമും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഫ്രെയിമിനകത്ത് എന്തൊക്കെ വരുന്നു അത് അവർ ഓൺ സ്ക്രീനിൽ നമുക്ക് പ്രസന്റ് ചെയ്യും. പിന്നെ ഷോർട്സ് ഉണ്ട്, പല ടൈപ്പ് ഷോർട്സ് ഉണ്ട്. വെരി ലോങ് ആയിട്ടുള്ള ഷോർട്സ് ഉണ്ട്, വെരി വൈഡ് ആയിട്ടുള്ള ഷോർട്സ് ഉണ്ട്, ലോങ് ഷോർട്സ് ഉണ്ട്, ഷോർട്ട് ഷോർട്സ് ഉണ്ട്, മിഡ് ഷോർട്സ് ഉണ്ട്, മീഡിയം ഷോർട്സ് ഉണ്ട്, ക്ലോസ് അപ്പ് ഷോർട്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഷോർട്സ് ഉണ്ട്. പിന്നെ ക്യാമറ പൊസിഷൻ ഇതുപോലെ തന്നെ ലോ ആംഗിൾ ക്യാമറ വെക്കാറുണ്ട്, ഹൈ ആംഗിൾ വെക്കാറുണ്ട്, ബേർഡ്സ് ഐ ഷൂട്ടിൽ വെക്കാറുണ്ട്. ക്യാമറ മൂവ്മെന്റ്, ട്രാക്കിൽ തന്നെ പോയിന്ന് ക്യാമറ മൂവ്മെന്റ് ഉണ്ട്. ടിൽറ്റ് ചെയ്യും, മുകളിലേക്കും താഴേക്കും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെന്റ്, സോറി താഴേക്കും മുകളിലേക്കും താഴത്തേക്കും നമ്മൾ ടിൽറ്റ് ചെയ്യും. അതേപോലെ പാൻ ചെയ്യുക, ഹൊറിസോണ്ടലി നമ്മൾ മൂവ് ചെയ്യിക്കുന്നതാണ് പാൻ ചെയ്യുക എന്ന് പറയുന്നത്. then ക്രെയിൻ ഷോട്ട്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സിനിമയായി ബന്ധപ്പെട്ട് നോക്കാറുണ്ട്. അതുപോലെ മിസ് ആൻഡ് സീൻ, എപ്പോഴും നമുക്കൊരു സിനിമ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് മിസ് ആൻഡ് സീൻ. അതായത് ദിസ് മീൻസ് ദ വേ ഇൻ വിച്ച് ഒബ്ജെക്ട്, സീനറി ആൻഡ് ലൊക്കേഷൻ ആർ ഷോൺ ബൈ സ്യൂട്ടബിങ് ലൈറ്റ് ആൻഡ് ഡാർക്ക് പാറ്റേൺ, കളർ, ക്യാമറ പൊസിഷൻ, ആംഗിൾ, മൂവ്മെന്റ് വിത്തിൻ ദ ഫ്രെയിം. അതായത് നമുക്കൊരു ഷോട്ടിൽ അവർ എന്തൊക്കെ കാണിച്ചു തരും. ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള ഒരു മൂഡാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ അറ്റ്മോസ്ഫിയറും കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഡാർക്ക് ടോണിലേക്ക് കൊണ്ടുവരും. ഭയങ്കര പ്ലസന്റ്, ഹാപ്പി, കൂൾ ആയിട്ടുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് കാണിക്കും. അതൊക്കെയാണ് ഈ മിസ് ആൻഡ് സീൻ എന്ന് പറയുന്നത്. പിന്നെ എഡിറ്റിംഗ്, നമ്മൾ കാണുന്ന വെൽ എഡിറ്റഡ് ആയിട്ടുള്ള ഓരോ സ്ക്രിപ്റ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഷോട്ട്സ്, പലപ്പോഴായി എടുത്തിട്ടുള്ള ഈ ഇൻഡിവിജ്വൽ ഷോട്ട്സ് എങ്ങനെ അവർ ഒന്നിച്ച് കൊണ്ടുവന്ന് നമ്മളുടെ മുമ്പിലേക്ക് ആ ഒരു സ്റ്റോറി ബേസിസിൽ എത്തിക്കുന്നു. അതുപോലെ മൊണ്ടാഷ്, നിങ്ങൾക്കറിയാം കൊളാഷിന്റെ ഒരു രൂപം തന്നെയാണ് ഈ മൊണ്ടാഷ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഇമേജസ് ഒരുമിച്ച് അസംബിൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതുപോലെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ടേംസ് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ലിറ്റററി വർക്ക്സിലെ സിനിമകളാക്കിയിട്ടുണ്ടെങ്കിൽ ചിലതെല്ലാം സെയിം ടൈറ്റിൽ തന്നെയാണ്, ചിലത് ടൈറ്റിൽ മാറിയാണ് വന്നേക്കുന്നത്. അതിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, അതിന്റെ ഒരു മെയിൻ ആക്ടേഴ്സ്,
അതുപോലെ ഈ ഫിലിം തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എസ്സേസ് ഉണ്ട്. അതിൽ എസ്സേസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. The film Three Idiots is an adaptation of the novel. ഏതാണ്? 5 Point Someone. നമുക്ക് അറിയുന്ന കാര്യമാണ്. The depiction of women from a patriarchal point of view in visual arts can be called as male gaze. അത് ലോറ മുൾവയുടെ വിഷ്വൽ പ്ലഷർ ഇൻ നറേറ്റീവ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേയിലാണ് ലോറ മുൾവെ ഈ മെയിൽ ഗേസ് എന്ന് പറയുന്ന ടേം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീ പുരുഷന്റെ ചൂഴ്ന്ന നോട്ടങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. എസ്പെഷ്യലി അതൊരു സിനിമയുടെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ക്യാമറാമാൻ, ഡയറക്ടർ, ആ ഒരു സീൻ കാണുന്ന ഓഡിയൻസ്, അങ്ങനെ പലരുടെയും മെയിൽ ഗേസിന് ആ ഒരു സ്ത്രീ കഥാപാത്രം വിധേയമാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട്, ജൂലിയ റോബർട്ട് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള നടിയുടെ ലിപ്സ് ആയിരുന്നു കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറ്. അതായത് പ്രേക്ഷകനെ കാണാൻ ഏതാണോ ആ സ്ത്രീയുടെ ബോഡി പാർട്സിൽ ആവശ്യം, ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന രീതി, മെയിൽ ഗെയ്സ്. ഈ ഒരു ടേമിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോറ മുൾവയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഫിലിം റിലേറ്റഡ് തീംസ്, അത് സിനിമയാക്കിയിട്ടുള്ള ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ആ സിനിമയുടെ യഥാർത്ഥ നോവൽ. ഇപ്പൊ ലൈഫ് ഓഫ് പൈ ഒക്കെ സെയിം പേര് തന്നെ ലൈഫ് ഓഫ് പൈ ആയിട്ട് വന്നേക്കുന്നത്. അതുപോലെ ഇതുപോലെ ക്രിട്ടിക്കൽ ടേംസിനെ കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. The minimal meaningful unit in the grammatical structure of a language. ഒരു ലാംഗ്വേജിന്റെ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന്റെ മിനിമൽ മീനിങ്ഫുൾ യൂണിറ്റ് എന്ന് പറയുന്നത് മോർഫീംസ് ആണ്. നമുക്ക് എത്ര നമ്മൾ പഠിച്ചിട്ട് പോയാലും നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ സെറ്റ് ചെയ്തേക്കാം. പക്ഷെ എന്നാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഏരിയ ആയിരുന്നു ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ ഏരിയ. Phonetic sounds p and b are examples of. ഞാൻ പറഞ്ഞു place of articulation, manner of articulation ബേസിസിൽ സൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 44 സൗണ്ടുകൾ ഉണ്ട് നമുക്ക്. ഡിഫ്തോങ്സ് ആയിട്ടും വവൽസ് ആയിട്ടും കൺസണൻസ് ആയിട്ടും ഒക്കെ നമുക്ക് 44 സൗണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഫോണോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച്. p and b are examples of plosives ആണ്. The branch of linguistics which deals with the meanings of words, meanings ബന്ധപ്പെട്ട് വരുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് സെമാൻറ്റിക്സ് ആണ്. സെമാൻറ്റിക്സിലാണ് വേർഡ് മീനിങ്സും അതിന്റെ ട്രൂത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. നമ്മള് പെഡഗോജിക്കൽ ഏരിയക്ക് നമ്മൾ കൊടുത്ത അതേ ഇമ്പോർട്ടൻസ് ആണ് ലിംഗ്വിസ്റ്റിക്സിനും ഉള്ളത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റ് ദാറ്റ് ഡീൽസ് വിത്ത് സിസ്റ്റം ഓഫ് സൗണ്ട്സ് വിത്ത് ലാംഗ്വേജ് ഓർ ബിറ്റ്വീൻ ഡിഫറെന്റ് ലാംഗ്വേജ്, ഫോണോളജി ആണ്. അതുപോലെ ഈ ഫേമസ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റുകളുടെ, ഫേമസ് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകളുടെ, കൊളോണിയലിസ്റ്റുകളുടെ ഇവരുടെയൊക്കെ വർക്ക്സ് പഠിക്കുന്നത് നല്ലതാണ്. A linguist who states that children have innate biological ability to learn language. Language acquisition device എന്ന് പറയുന്ന കാര്യം. ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നോം ചോംസ്കി ആണ്. ചോംസ്കിയുടെ LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. The study of the effect of a language as the way people use in different contexts and life situations. Linguistics വെച്ചിട്ടുണ്ടെങ്കിൽ psychology plus linguistics ആണ്. Social linguistics വെച്ചിട്ടുണ്ടെങ്കിൽ society plus linguistics അല്ലെങ്കിൽ sociology plus linguistics ആണ്. Comparative linguistics, comparative എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പ്ലസ് ലിംഗ്വിസ്റ്റിക്സ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. ഓരോ സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഓരോ സോഷ്യൽ ക്ലാസ്സിലും എങ്ങനെ ലാംഗ്വേജ് ഡിഫറൻസ് വരുന്നത്, ക്ലാസ് ഡയലക്റ്റ് ഉണ്ട്, കാസ്റ്റ് ഡയലക്ട്സ് ഉണ്ട്, അങ്ങനത്തെ ഡിഫറൻസ് എല്ലാം പഠിക്കുന്നത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. സോ ഇതിന്റെ ആൻസർ ഓരോ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ ആളുകൾ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. The practice of alternating between two or more language. നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്ന് നെക്സ്റ്റ് ലാംഗ്വേജിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന രീതി കുറച്ച് ഇംഗ്ലീഷ് പറയും, കുറച്ച് മലയാളം പറയും, അങ്ങനെ സ്വിച്ച് ചെയ്ത് മാറുന്ന രീതിയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആ ഒരു കീ ടേംസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The cognitive learning theory of language acquisition was first proposed by Piaget. ജീൻ പിയാഷെ ആണ് ആ ഒരു കൺസെപ്റ്റ് ആദ്യമേ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, പെർഫെക്റ്റ് പ്ലാൻ ദാറ്റ് ഡസന്റ് എക്സിസ്റ്റ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല. ഓക്കെ,
ആൻഡ് എ പെർഫെക്റ്റ് പ്ലാൻ കനോട്ട് ബി സെറ്റ് ബൈ എനിവൺ. എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് പ്ലാൻ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് അനുസരിച്ച്, നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച്, നിങ്ങൾക്ക് എങ്ങനെയാണോ കേട്ടിട്ട് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യേണ്ടത് ആ രീതിക്ക് നിങ്ങൾ സെൽഫായിട്ടൊരു പ്ലാൻ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, എന്നാലും ആ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ജോസൺ, ഷേക്സ്പിയർ, റൊമാൻറ്റിക് പോയിറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി, ബൈറൺ, അതുപോലെ 20th സെഞ്ചുറിയിലേക്ക് വരികയാണെങ്കിൽ വെർജീനിയ വൂൾഫ്, ടി.എസ്. എലിയട്ട്, പിന്നെ നമുക്ക് കുറച്ച് റൈറ്റേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഷേക്സ്പിയർ, മാർലോ, ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് ഏരിയാസ് വരികയാണെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, കീ ടേംസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, വോയിസ്, നമ്മുടെ ഡിഫ്തോങ്സ്, വവൽസ്, വവൽ ഗ്ലൈഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഫെമിനിസ്റ്റ് തിയറീസ് നോക്കുകയാണെങ്കിൽ ഫെമിനിസം, ഫെമിനിസ്റ്റ് കീൻ, ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ്, അവരുടെ പുസ്തകങ്ങൾ, സിമോൺ ദി ബോവർ, അതുപോലെ എലൈൻ ഷോൾ വാൾട്ടർ, മേരി wollstonecraft, അങ്ങനത്തെ റൈറ്റേഴ്സിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകൾ, പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സും കൊളോണിയൽ റൈറ്റേഴ്സും, ഫേമസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളും, ഫേമസ് ആയിട്ടുള്ള പോയിറ്റിന്റെ ലൈൻസും ഇത്രയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ച് ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ എ ഗുഡ് മാർക്സ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.